നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ കൊണ്ടൊരു പച്ചടിയാണ്. മത്തങ്ങ അടുപ്പത്ത് വെച്ചു, എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. നമ്മൾ ഇതിൽ മഞ്ഞൾ ചേർത്ത് അടച്ചു വെച്ച് മത്തങ്ങ നന്നായി വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. മത്തങ്ങ നന്നായിട്ടൊന്ന് വേവട്ടെ. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ കുറച്ച് വേറെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇതൊന്നുണ്ടാക്കാം. കടുക്, പച്ചമുളക്, തേങ്ങ, കറിവേപ്പില, ഉള്ളി, പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. മത്തങ്ങ ഓൾമോസ്റ്റ് നല്ല വേവായിട്ടുണ്ട്. വെന്ത് ഉടയണം, നന്നായിട്ട് ഉടയണം. അപ്പോഴാണ് നമ്മൾ അരപ്പും പുളിയും ചേർക്കേണ്ടത്. ഇതാ കുറച്ച് പുളി മതി കേട്ടോ. മത്തങ്ങയ്ക്ക് ഒരുപാട് പുളിയായാൽ സ്വാദുണ്ടാവില്ല. പിന്നെ തൈര് ഒഴിക്കുന്നുമില്ല ഞാനിതിൻ്റെ കൂടുതൽ. പച്ചടിക്ക് എല്ലാവരും തൈര് ചേർക്കും, പക്ഷേ മത്തങ്ങ പച്ചടിക്ക് തൈര് ചേർക്കുന്നില്ല. അപ്പോൾ മത്തങ്ങ ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വാളംപുളി പിഴിഞ്ഞ് വെച്ചിരുന്നത് കുറച്ചൊഴിച്ചു. തേങ്ങ അരയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, ഒരുപാടങ്ങ് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവരുത്, എന്നാൽ ഒരുവിധം നന്നായി അരയും വേണം. ആ പരുവത്തിൽ അരച്ചെടുത്ത അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ആ മിക്സി കഴുകി ഒരു ശകലം വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിൽ വെള്ളം ഒരുപാട് വേണ്ട, കുറുകിയിരിക്കുന്ന കറിയാണ് പച്ചടി. ഇനി നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നന്നായിട്ട് കടുകിട്ട് കൊടുക്കണം. ഒരു 2 സ്പൂൺ കടുകിട്ട് കൊടുത്തു. പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് കടുക് വറുത്തെടുക്കാം നമുക്ക്. എന്നിട്ട് ഉപ്പും പുളിയും പാകമാണോ എന്ന് നോക്കണം. ഒരുപാട് പുളി വേണ്ട, പുളി ഒരു ചെറിയ പുളി മതി, നേരിയ പുളി. പച്ചടിയാണ്, അതുകൊണ്ട് നേരിയ പുളിയെ പാടും. അപ്പം നമുക്ക് ഇത് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ കറി റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്താ എൻ്റെ മത്തങ്ങ പച്ചടി റെഡിയായി. മത്തങ്ങ എരിശ്ശേരി വെക്കുന്നതിനേക്കാളും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. എരിശ്ശേരിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ, പച്ചടിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ. പക്ഷേ സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും എന്നോട് അഭിപ്രായം പറയണം. ഓക്കെ.